കട്ട് ചെയ്ത് ക്ലീൻ ചെയ്തെടുത്ത മീൻ. ഇഞ്ചി, ഉപ്പ്, മുളക് പൊടി ഇടത്തോളം, കുരുമുളക് ഇന്നത്തെ മെയിനാണ്, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി ഇച്ചിരി കൂടുതൽ 2 സ്പൂൺ. ഒന്ന് മൂക്കണം ഈ പച്ചമണം മാറാൻ വേണ്ടി. നിങ്ങൾ വിചാരിക്കും ഇത് എന്തുകൊണ്ട് ഇത്ര എണ്ണ ഇതിനകത്തുനിന്ന്? ഇത് ഇത്രയുള്ള എണ്ണ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വെള്ളം ഒഴിക്കാതെ ഉണ്ടാക്കുന്ന കറിയാണ്. നമ്മൾ അച്ചാറിടത്തില്ലേ വെള്ളം ഒഴിക്കാതെ എന്ന് പറയുന്നത് മീനിൻ്റെ വെള്ളത്തിൽ നിന്ന് വേവുന്ന കറിയാണ്. അപ്പോൾ അതുകൊണ്ട് ഇച്ചിരി എണ്ണ കൂടുതലൊഴിക്കും, ഇല്ലെങ്കിൽ കരിഞ്ഞു പിടിക്കും. ഇത് പച്ചമുളകും ടൊമാറ്റോയും ചേർത്തുണ്ട്. പക്ഷേ ഇത് എൻ്റെ കയ്യിൽ വേറെ തക്കാളി ഇല്ലാത്തതുകൊണ്ട് ഈ തക്കാളി എടുത്തതേ ഉള്ളൂ. സാധാരണ തക്കാളി തന്നെ 2 തക്കാളി, 2 3 കാരണം വെള്ളം വേറെ ഒഴിക്കാത്തതുകൊണ്ട് തക്കാളിയൊക്കെ ഒന്ന് വേവാൻ വേണ്ടി കുടംപുളി ഇട്ടു. ഇനി ഇതിനെ ഒന്ന് അടച്ചു വെക്കണം, ചെറിയ തീയിൽ അടച്ചു വെക്കണം. കുടംപുളി ചെറുതായിട്ട് കീറിയിടണം. കുടംപുളി നമ്മൾ ഒരുപാട് നേരം കറി കിടന്ന് വേവാത്തതുകൊണ്ട് പെട്ടെന്ന് പുളി ഇറങ്ങാൻ പറ്റുക. ഇപ്പോൾ തക്കാളിയൊക്കെ ഉടഞ്ഞ് സെറ്റായിട്ട് ഇനി ഇതിനകത്തോട്ട് മീനിടുകയാണ്. മീനിടുന്നതിന് മുമ്പായിട്ട് കുരുമുളക് പൊടി ഇടും, കാരണം കുരുമുളക് പൊടിയുടെ മണം ഇല്ലെങ്കിൽ അങ്ങ് നഷ്ടപ്പെട്ടു. അതുകൊണ്ട് മീനിടുന്നതിന് കുറച്ച് മുമ്പായിട്ട് ഒരു മിനിറ്റ് മുമ്പ് കുരുമുളക് ഇട്ടൊന്ന് ഇളക്കി നേരെ മീൻ തട്ടും. കുരുമുളക് പൊടി കൂടുതലിടുന്നത് നമ്മൾ. രണ്ട് സ്പൂണ് കുരുമുളക് ഇത്രയും മതി. ഇതുപോലെ ആയിരിക്കാം കുരുമുളക് ഇട്ടിട്ട് ഇളക്കുക. ഇനി മീൻ അതൊരു തട്ടി നല്ലപോലെ മിക്സ് ചെയ്യണം. കാരണം മീൻ വെന്ത് കഴിഞ്ഞാൽ പിന്നെ മിക്സ് ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് പച്ചക്ക് ഇടുമ്പോൾ തന്നെ നല്ല മിക്സ് ചെയ്ത് അടച്ചു വെക്കും. അപ്പോൾ നല്ലപോലെ മീനിനെ മിക്സ് ചെയ്ത് വെച്ച് 2 വട്ടം കറിവേപ്പില ഇട്ടു. ഇനി അടച്ച് വെച്ച് ചെറിയ തീയിൽ, ഏറ്റവും ചെറിയ തീയിൽ ഇതിന് വേവിക്കും. മീനകത്തുള്ള വെള്ളമൊക്കെ ഇങ്ങനെ ഇറങ്ങി ആ കറി വേവും. ഓക്കെ, ഈ ഇപ്പം ജസ്റ്റ് തിളയ്ക്കാൻ തുടങ്ങിയുള്ളൂ. ഈ കറി റെഡി ആയിരിക്കാണ്. കണ്ടില്ലേ? ഏതെങ്കിലും മീൻ ടേസ്റ്റില്ല എന്ന് നിങ്ങൾ പറയുകയാണെങ്കിൽ കറി വെച്ചാൽ ഇങ്ങനെ കറി വെച്ചിട്ട് പറ ടേസ്റ്റ് ഉണ്ടാവുമോ ഇല്ലയോ എന്നുള്ളത്. ഓക്കെ, അപ്പോൾ റെഡി.